മമ്മൂട്ടി ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ബിഗ് ബോസ് കാണാറുണ്ടെന്ന്. അതൊരു വലിയൊരു അംഗീകാരമാണ്. ആ കാണുന്നതിൽ അനീഷിനാണ് കപ്പ് കിട്ടുക എന്നാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി കരുതിയിരുന്നത്. പക്ഷേ എല്ലാം തകിടം മറിഞ്ഞു. അത് ലാലേട്ടനോട് വരെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അത് അനീഷിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമല്ലേ. അതുപോലെ തന്നെ ഈ രണ്ട് പേർക്കും കൂടിയിട്ട് രണ്ട് നാടുകളിൽ സ്വീകരണം കിട്ടി. അനുമോൾക്ക് തിരുവനന്തപുരത്ത് സ്വീകരണം കിട്ടി. അതുപോലെ തന്നെ നെയ്യാറ്റിൻകര സ്റ്റാൻഡിൽ വളരെ മോശമായി രണ്ട് പേര് നമ്മുടെ അനുമോളെ ട്രോളി വീഡിയോ നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ അനുമോളുടെ സ്വീകരണത്തിന് ആൾ വളരെ കുറവ്. തുറന്ന ജീപ്പിൽ ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാരൊന്നും ഇല്ല. അതേപോലെ തന്നെ നമ്മുടെ അനീഷ് തൃശ്ശൂർ കോടന്നൂർ മൂപ്പര നാട്ടിൽ ഒരു വലിയൊരു സ്വീകരണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തുറന്ന ജീപ്പിൽ നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൽ അനീഷിൻ്റെ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നേ, ആ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടായിരുന്ന അത്രയും ആൾക്കാരാണ് ചുറ്റും കൂടി റൗണ്ടിൽ മൂപ്പരെ ജീപ്പിന് മുൻപിൽ നടന്നു കൊടുത്തത്. അമ്മാതിരിയുള്ള സ്വീകരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, കപ്പ് കിട്ടിയോണ്ട് മാത്രം ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന അനീഷിൻ്റെ സ്വീകരണ ചടങ്ങിലെ ജനങ്ങൾ കണ്ടാൽ, അതുപോലെ എയർപോർട്ടിൽ വന്ന ജനങ്ങൾ കണ്ടാൽ വിന്നർ അനീഷാണോ അനുമോളാണോ എന്ന് സംശയമായി. അപ്പോൾ വിന്നറിലൊന്നും ഒരു കാര്യമില്ല, ഒരു കപ്പിലും ഒരു കാര്യമില്ല. മമ്മൂട്ടി അതുപോലെ തന്നെ സ്വീകരണങ്ങൾ ഒക്കെ നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ മനസ്സിലെ വിന്നർ അനീഷാണ്.